ഹായ് ബ്രോ. ഹായ്. ഹായ്. ഡൂഡ് എവിടെ? ഡൂഡ് എവിടെ? ഞാൻ പട്ടി. ഇത് എന്ത് നാറ്റോടത്? ഇതൊക്കെ ചോദിക്കാൻ താനാടാവും. മാതിരി കോർപ്പറേഷൻ തൊട്ടി പോലെ. ഹലോ. നല്ല നാറ്റുണ്ട് ഇവിടെ. അസല നാറ്റുണ്ട്. അതുകൊള്ളാം. ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഇതൊക്കെ ചോദിക്കാൻ താനാരടോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാൻ പാടില്ലെങ്കിൽ നീ ഇവനോട് ചോദിക്ക് ഞാൻ ആരാണ്. അപ്പൊ അവൻ പറഞ്ഞു തരും ഞാൻ ആരാണ്. ഇത് ഏതൊക്കെ മാറണം രാവിലെ ഉറങ്ങാൻ കളയാനായിട്ട്. ഇങ്ങനൊരു സാധനം ഉണ്ട്. വന്നവൻ തന്നെ അവനാരാന്ന് അറിയാൻ പാടില്ലാത്ത ഇവനോട് ചോദിക്കാൻ. നിന്നെ അന്വേഷിച്ചു വന്നേക്കണം. ഏത് പട്ടിയാണെങ്കിലും പോയിട്ട് പിന്നെ വരാൻ പറടാ. അതെ, പിന്നെ പറയാൻ പറഞ്ഞു. നാട്ടിൽ നിന്ന് ഒരു സുഹൃത്തിനെ കാണാൻ വന്ന രതീഷ് പട്ടിയാടാ. വേണി കുറച്ച് കാണിക്കാം. വേണോ? ഞാനിപ്പോ വന്നോളൂ. നീ അപ്പിട്ടാ എന്ത്? നീ ബാത്റൂം കാണിച്ചു കൊടുത്തു. ഞാൻ കാക്കൂതെ പോയിട്ട് അവൻ തൂറിട്ടെ നമുക്ക് ഒരെണ്ണം അടിച്ചാലോ? വിളിച്ചാലോ? അല്ലേട്ടാ നിങ്ങൾ തമ്മില് ഞങ്ങള് നാട്ടിലെ ചങ്ക്സ് ആണ് ബ്രോ. അയ്യോ, അവന്റെ അച്ഛൻ്റെ കൂടെ പഠിച്ചെന്നാ അറിയാം. ഒരു ദിവസം സാക്ഷരതാ ക്ലാസ്സിലെ ഞാൻ ട്യൂഷൻ എടുത്താ. എന്നാലും ഇതൊരു മാതിരി തൊഴുത്ത് സെറ്റപ്പ് ആണല്ലോ മാഷേ. ഒഴുത്താ സുഹൃത്തെ, ഇവിടെ ഞങ്ങൾ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. അതിന്റെ ആംബിയൻസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇട്ടേക്കുന്ന ഒരു സെറ്റാ. ഏത് സിനിമയുടെ? അളിയ നേരത്തെ വരുമെന്ന് പറയുന്നെങ്കിൽ അളിയന് ഞങ്ങൾ റെഡ് കാർപ്പറ്റ് ഒക്കെ വിരിച്ച് കുറച്ച് പൂവിട്ടൊരു മാസ് എൻട്രി തരാറുന്നല്ല. അതൊക്കെ ഒരു മാറ്റർ ആണോ മാഷേ? ഞാൻ അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ. സൂപ്പർ സർപ്രൈസ് തന്നെ. സോമനല്ല, രതീഷ്. എന്തെങ്കിലും അതെ, ഞാനൊരു സ്ക്രിപ്റ്റിന്റെ മൂഡിലാ. ഞാൻ കിടന്നാലോക്കട്ടെ. ഓക്കെ, ചുമ്മാ അല്ല നമ്മളെന്താ പറഞ്ഞു വന്നേ? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? ഇനി എന്തോന്ന് കൊല്ലാൻ? പുള്ളി വന്നപ്പോഴേ ഇവിടെ ചത്തിരിക്കും. ഇന്നലത്തെ ബാക്കി സാധനം ഇവിടെ അതിന്റെ ബാലൻസ് ഇപ്പൊ ഞാൻ അടിച്ചു തോന്നുന്നു. നീ കാലത്തേനാണ് തുടങ്ങിയ എന്റെ അല്ലടാ, ബ്രോ അടിച്ചതാ. ഓ, എന്നാ കുറച്ച് കഴുകി തരട്ടെ? പിഴിഞ്ഞു കൂടെ കൂടെ. ഓ, ഇതിനാണ് പാമ്പും തോണിന്ന് പറയണേ. എടാ നീ ഇതൊന്നും വേറെടുത്തും പറയണം. സ്ക്രിപ്റ്റ് വർക്കിന്റെ ഒരു നടക്കട്ടെ. നിനക്കൊരെണ്ണം അടിക്കണ്ടേ? വേണ്ട, എനിക്കിപ്പോ പോണം. ഞാൻ ഒരാളെ കാണാൻ വന്ന. അത് നടക്കൊന്നുമില്ലടാ. നീ 2 ദിവസം താമസിച്ചിട്ട് പോയാൽ മതി. നീ ഫോൺ എടുത്ത് നമ്മുടെ കിളികളുടെ ഫോട്ടോസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അളിയിൽ നർമാദിക്കട്ടെ. നർമാദിക്കണം? വേണ്ട. എടാ നിനക്ക് എവിടെ പോണോന്ന് പറഞ്ഞില്ലേ? നീ വേറെ കുളിച്ചിട്ടോ? ഞാനും വരാം. ഓക്കെടാ, ഞാൻ കുളിച്ചിട്ട് വരാം. സ്ക്രിപ്റ്റ് തീർക്കടാപ്പാ. ഞാനാണ് സ്ക്രിപ്റ്റ് വർക്കില്ല. നീ പോയി അവനെ കൊണ്ടാക്കിട്ടോ. നായികേരെ പോഷൻ ഞാൻ ആലോചിച്ചു. പറ, നീ എന്താ സീരിയസ് ആയിട്ടിരിക്കണേ? അല്ല, നിന്റെ ലൈഫിനെ കുറിച്ചൊരു ധാരണയൊക്കെ നിനക്കുണ്ടല്ലോ അല്ലേ? ഞാൻ ഇന്നലെ നിന്റെ അച്ഛനെ കണ്ടിരുന്നു. അവർക്കൊക്കെ നിന്നെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. സംഭവമൊക്കെ ശരിയാണ്, നീ പറയാൻ പറ്റുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ കാര്യങ്ങളൊക്കെ മാറൂടാ. കാരണം ഞാനിപ്പോ ഒരു സിനിമ ചെയ്യാൻ പോവാ. അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ. പക്ഷെ നമ്മൾ അതോടൊപ്പം ഇങ്ങനെ ഷോ കോടി ചെയ്യുന്നൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. രക്ഷപ്പെടും, ഉറപ്പായിട്ടും രക്ഷപ്പെടും. എനിക്ക് ഇപ്രാവശ്യം 100% ഉറപ്പാ. അതുകൊണ്ട് നീ ആ സബ്ജക്റ്റ് ഒക്കെ വിട്ടേക്ക്. നീ ഇപ്പൊ വന്ന കാര്യം എന്താന്ന് പറ. അല്ലേ, ഞാനേ എൻ്റെ പെങ്ങൾക്ക് ഒരു ആലോചനയായിട്ട് ഇങ്ങനെ അപ്പൊ ചെറുക്കനെ കുറിച്ചൊന്ന് അന്വേഷിക്കാനായിട്ട് വന്നതാണ് ഞാൻ. ഓ അല്ല, അത് പോയി, അത് പോട്ടെ. നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. സർ ജ്യൂസ്. എടാ, ഞാൻ നിന്റെ റൂമിലെ ശ്രീകാന്ത് ഇല്ലേ, അവനെ കുറിച്ചൊന്ന് അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എടാ അവൻ പാവടാ. നീ ഇപ്പോ കണ്ടത് വെച്ചാൽ താൻ അളക്കല്ലേ കേട്ടോ. നല്ല കേക്കനാണ്. നിന്റെ അടുത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പോടുന്ന. അത് ഡയറക്റ്റ് ചെയ്യാൻ പോണ അവനാ. എന്റെ പൊന്നളിയാ, നീ മനസ്സിലൊന്നും വെച്ചേക്കല കേട്ടോ. ഒന്നുമില്ല അളിയാ, അത് വിട്. വർക്കൊക്കെ നടക്കട്ടെ. ഞാൻ പോട്ടെടാ. പിന്നെ ഒരിക്കൽ വരാം. ഒരു മൂടില്ല. അപ്പൊ ഓക്കെ, പോട്ടെ. ഓക്കെ. ദൈവമേ, എന്റെ പെങ്ങള് കാനഡയിലായിരുന്നു. പണി പാലമ്പളത്തിൽ കിട്ടിയില്ല പടിയേ. ഹലോ. എടാ, നിങ്ങൾ എവിടെയാ മോനെ? ഏതായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നോക്കാമെന്നൊരു പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസം തന്നെ ഇരിക്കാം. എപ്പോ?
16-ാം തീയതി സ്ക്രിപ്റ്റ് കറക്റ്റ് ചെയ്ത് വരുവാണെങ്കിൽ വന്നിട്ട് നമുക്ക് ഇരിക്കാം. ഒരു കുഴപ്പമില്ല, അത് സെറ്റാണ്. ഡബിൾ ഓക്കെ. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. 16-ാം തീയതി സ്ക്രിപ്റ്റ് അല്ല, ഫുള്ള് സാധനം എഴുതി കൊടുക്കും. ദൈവമേ, ഇന്ന് 13 സ്ക്രിപ്റ്റ്.